നമസ്കാരം, ഞാൻ ഡോക്ടർ എല്ല മേരി ജോബ്സൺ. ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കഴുത്ത് വേദന. കഴുത്ത് മാത്രമല്ല, ഈ കഴുത്തിനാണെങ്കിലും ഷോൾഡറിലാണെങ്കിലും ചില സമയങ്ങളിൽ ഈ വേദന കയ്യിലോട്ട് ഇറങ്ങിച്ചെല്ലാം. ഇതിൽ എനിക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നിയത്, പൊതുവെ ഈ വേദനകളൊക്കെ ഒരു 45 വയസ്സിന് ശേഷമായിരിക്കും കൂടുതലും കണ്ടുവരിക. ഈ പ്രായമായാലും ഈ കഴുത്ത് വേദന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ക്ലിനിക്കിലോട്ട് വരുന്നത് 20 മുതൽ 40 വയസ്സിനുള്ളിലുള്ള ആൾക്കാരാണ്. അതുമാത്രമല്ല, ഈവൻ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടികൾക്കടക്കം ഈ കഴുത്ത് വേദന പ്രശ്നങ്ങളുണ്ട്. ഈ കഴുത്ത് വേദന വരാനായിട്ട് ഒരുപാട് റീസണുകളുണ്ട്. നമ്മൾ മസിൽസ് ഒരുപാട് യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, നമ്മൾ ഇരിക്കുന്ന രീതി തെറ്റായതുകൊണ്ടായിരിക്കാം, നെർവ് കംപ്രഷൻ, അതുപോലെ തന്നെ പലതരം അസുഖങ്ങൾ കാരണമായിരിക്കാം, ഈവൻ വാദം കാരണം ഈ കഴുത്ത് വേദന വരാം. ഇപ്പോൾ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. നിങ്ങളിപ്പോൾ യൂട്യൂബിൽ എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ഇരിക്കുന്ന രീതി എങ്ങനെയാണ്? നിങ്ങളുടെ കഴുത്ത് ചെറുതായിട്ടൊന്ന് കുനിഞ്ഞിട്ടാണോ ഇരിക്കുന്നത്? അപ്പം നമ്മൾ എപ്പോഴും ഫോൺ യൂസ് ചെയ്യുന്ന ഒരു രീതി ഞാൻ പാറ്റേൺ ഒന്ന് കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഫോൺ എടുത്തു. നമ്മളെപ്പോഴും ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇപ്പം ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കെങ്കിലും നോർമലി നമ്മൾ എങ്ങനെയായിരിക്കും ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഇരിക്കുക? ഇതുപോലെ കുനിഞ്ഞ് കൈ രണ്ട് ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നത്. ഇനി ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ആണെങ്കിൽ നമ്മൾ ഈ ഇരിക്കുന്ന ഒരു മണിക്കൂറുകളോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കും. നമ്മൾ പോസ്റ്റർ തെറ്റാണെന്നുള്ളത് പോലും നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കാറില്ല. അപ്പോൾ ചെറിയൊരു കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ, എന്തുകൊണ്ടാണ് ഈ കഴുത്ത് വേദന വരുന്നതിനുള്ള ഒരു റീസൺ. കൂടുതലും നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്ത് ഇതുപോലെ ചെരിച്ച് വെച്ച് അല്ലെങ്കിൽ കുനിഞ്ഞ് വെച്ച് അതുപോലെ തന്നെ ഇരിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞത് ഒരു റീസൺ ആണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് റീസണുകളുണ്ട്. കൂടുതലായിട്ടും ഈ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ IT റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, കൂടുതലും ഇതുപോലെ ഒരു ഡെസ്കിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്കാണ് ഈ കഴുത്ത് വേദന കണ്ടുവരുന്നത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് കഴുത്തിന് മാത്രമല്ല ഏത് വേദനയാണെങ്കിലും വേദന സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആരും ഡോക്ടേഴ്സിൻ്റെ അടുത്തോട്ട് വരില്ല. കൂടുതലും സഹിക്കാൻ പറ്റാണ്ട് ആ ഒരു ജോയിന്റ് അനക്കാൻ പറ്റാണ്ട് ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോഴാണ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പലപ്പോഴും എത്താറ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമുക്കൊരു വേദനകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യത്തെ 1-2 പ്രാവശ്യം നമ്മൾ വിടുന്നത് പിന്നെ ഓക്കെ ആണെന്ന് വിചാരിക്കാം. പക്ഷെ മാസത്തിൽ എപ്പോഴും വരുന്നുണ്ട്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾക്ക് ഈ വേദനകൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഡോക്ടറിനെ കണ്ട് അത് കാരണം അറിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത് വെച്ചുകൊണ്ടിരിക്കും തോറും ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കാം. പക്ഷെ വെച്ചുകൊണ്ടിരിക്കും തോറും ഇത് റിവേഴ്സ് ചെയ്യാനായിട്ട് അത്രയും ബുദ്ധിമുട്ടാകും, നിങ്ങൾ അത്രയും വേദന സഹിക്കേണ്ടി വരും. അപ്പോൾ അതിനെ പറ്റിയിട്ടും കൂടി ഒന്ന് ചിന്തിക്കുക. കൂടുതലും ഈ 20-40 വയസ്സിനിടയിൽ ഈ കഴുത്ത് വേദനയൊക്കെ വന്ന് അത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പ്രായം ചെല്ലും തോറും നിങ്ങൾക്ക് എത്രത്തോളം വേദന ഉണ്ടാകും, എത്രത്തോളം നിങ്ങളത് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്നുള്ളത്. അപ്പം ആരോഗ്യം നിങ്ങളുടേതാണ്, നോക്കേണ്ടതും നിങ്ങളാണ്. ഇനി ഞാൻ ഓരോരോ കാരണങ്ങൾ എടുത്തു പറയാം എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിൻ്റെ. അപ്പോൾ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് മസിൽ സ്ട്രെയിൻ. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമുക്ക് എല്ലുകളും അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മസിൽസ്, ടെൻഡൻസ്, ഇതൊക്കെ ഉള്ള കാരണമാണ് നമുക്ക് ഓരോ മൂവ്മെന്റ്സ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ കഴുത്തിന്റെ പോർഷൻ അതുപോലെ തന്നെ ഷോൾഡർ പോർഷനിൽ അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മസിൽസ് ഒരുപാട് അത് മാത്രം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന് ഒരുപാട് സ്ട്രെച്ച് വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം സംഭവിക്കുന്നത്. കൂടുതലും ഇപ്പോൾ IT റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കുറച്ച് പോർഷൻ എന്ന് പറയുന്നത് അവരുടെ കഴുത്ത്, ഷോൾഡർ, കയ്യ് ഭാഗം. അവരിങ്ങനെ ഇരുന്ന് എപ്പോഴും ഈ ഒരു രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. കൂടുതലും ലാപ്പ് വെക്കുമ്പോഴൊക്കെ അവർ കുറച്ചും കൂടി ഒന്ന് കുനിഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പം ഇത് റിലേറ്റഡ് ആയിട്ട് ഈ ഒരു പോർഷനിൽ ഒരുപാട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അത് കാരണം അവർക്ക് ഈ പെയിൻ വരാം. അത് മാത്രമല്ല, ഈ കഴുത്ത് വേദന പൊതുവെ ഉള്ളവർ കൈ വെച്ച് എന്തെങ്കിലും വെയിറ്റ് ഉള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള പോസ്റ്ററിൽ കൂടി അല്ല ഇത് ലിഫ്റ്റ് ചെയ്യണമെങ്കിലും അത് കാരണം പെയിൻ വരാം. ഈ പെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പോർഷനിൽ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാകും. നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാനായിട്ട് പറ്റും, ഒരുപാട് കട്ടി. നമ്മളിത് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തെ സെൻസേഷൻ പതിയെ കുറയുന്ന പോലെയും നമുക്ക് തോന്നാം. ഇനി അടുത്തൊരു റീസൺ ആണ് നമ്മൾ ഇരിക്കുന്ന രീതി ശരിയല്ലെങ്കിൽ. ഇപ്പോൾ കൂടുതലും ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർ കൂടുതൽ ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞ് ഇവരുടെ ഒരു സ്പൈൻ കംപ്ലീറ്റ് ആയിട്ടൊന്നും വളഞ്ഞിട്ടായിരിക്കും ഇരിക്കുക. പ്രത്യേകിച്ച് കഴുത്തിൻ്റെ പോർഷൻ എപ്പോഴും കുനിഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റുകളാണെങ്കിലും അവർ കൂടുതലും കണ്ടിന്യൂസ് ആയിട്ട് മണിക്കൂറുകളോളം വരയ്ക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അവർക്കും ആണെങ്കിലും ഈ ഒരു ഇഷ്യൂ കൂടുതലായിട്ട് വരും. കാരണം അവരുടെ കയ്യ് അതുപോലെ തന്നെ കഴുത്ത് അവർ നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ ആ ഒരു കഴുത്ത് നന്നായിട്ട് ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പോസ്ചർ എപ്പോഴും കറക്റ്റ് ആക്കാനായിട്ട് നോക്കുക. മാക്സിമം ഇപ്പോൾ IT വർക്ക് ചെയ്യുന്നവരാണെങ്കിലും
ലാപ്പ് ഒന്ന് ഉയർത്തി വെക്കാനായിട്ട് ഒരു ചെരിഞ്ഞിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് വെക്കാനായിട്ട് സാധിക്കും. അങ്ങനത്തെ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇരിക്കുന്ന ചെയർ നിങ്ങൾക്ക് അത്രയും കംഫർട്ടബിൾ ആയിരിക്കണം. നിങ്ങളുടെ ആ ഒരു പോസ്ചർ കറക്റ്റ് ആക്കാൻ പറ്റുന്ന ചെയർ എപ്പോഴും ചൂസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. പിന്നെ ഇത് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ആർത്രൈറ്റിസ്. കൂടുതലായിട്ടും തേയ്മാനം കാരണം വരുന്ന ആർത്രൈറ്റിസ്, ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലത്തെ, സന്ധിവാതം പോലത്തെ ഒക്കെ കാരണങ്ങൾ. അപ്പോൾ അവിടുത്തെ എല്ലുകളിൽ തേയ്മാനം വരികയും അവിടെ ഒരു സ്വെല്ലിങ്, നീര് വെക്കുകയും ചുമന്നിരിക്കുക, വേദന എടുക്കുക, ഇതൊക്കെ ഒരു റീസണാണ്. പൊതുവെ ഈ വാദമുള്ള ആൾക്കാരിൽ അവർക്ക് പണ്ടൊരു ഇഞ്ചുറി സംഭവിച്ചിട്ട് അവർ കറക്റ്റായിട്ട് റെസ്റ്റ് എടുത്തില്ല, കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ആ ഒരു പോർഷനിൽ എപ്പോഴും വരുന്ന ആ ഒരു സ്ട്രെസ്സ് കാരണം ഇത് സംഭവിക്കാം. അതുപോലെ തന്നെ എല്ലുകളുടെ ബലക്കുറവ് കാരണം ഇത് സംഭവിക്കാം. ഇനി അടുത്തതാണ് ഫ്രോസൺ ഷോൾഡർ. ഈ ഫ്രോസൺ ഷോൾഡർ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് വളരെയധികം സ്റ്റിഫായിരിക്കും. സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ഒരു കട്ടിയായിട്ടായിരിക്കും ഇരിക്കുക. ഇവർക്ക് കറക്റ്റായിട്ട് കൈ ഉയർത്താനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ കൈ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാനായിട്ട്, ഒന്ന് ജസ്റ്റ് നമ്മൾ ഇതുപോലെ തിരിക്കാനായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. നല്ല വേദനയായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നമുള്ളവർക്കും ഈ കഴുത്തുവേദന കൂടുതലായിട്ടും വരാറുണ്ട്. പിന്നെ ഉള്ളൊരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് ഫൈബ്രോമയോൾജിയ. ഈ ഫൈബ്രോമയാൾജിയയിൽ കഴുത്തിന് മാത്രമല്ല വേദന ഉണ്ടാകുക, ഇവരുടെ ശരീരം മൊത്തത്തിൽ വേദനയായിരിക്കും. എന്നാൽ ഡോക്ടറെ അടുത്ത് ചെന്ന് ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ പല ടെസ്റ്റുകളിലും ഇതിൽ നോർമലായിട്ട് കാണിക്കുകയും ചെയ്യും. ഇത് ഒരുപാട് നാള് നീണ്ടു നിൽക്കുന്ന ഒരു അസുഖം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ വേറെ കുറച്ച് ലക്ഷണങ്ങളാണ് എപ്പോഴും ഒരു ക്ഷീണം വരിക, ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാകുക, കറക്റ്റായിട്ട് ഓർമ്മശക്തി ഇല്ലാത്ത അവസ്ഥ, കൂടുതൽ സ്ത്രീകളിലാണ് കണ്ടുവരിക. അതുകൊണ്ട് തന്നെ കൂടുതലൊരു മൂഡ് സ്വിങ്സ് കാര്യങ്ങളൊക്കെ ഇവർ ഒരു നേരിടുന്നുണ്ടാകും. ഇതൊക്കെയാണ് ഈ ഫൈബ്രോമയോൾജിയുടെ ലക്ഷണങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ളവരിലും ഈ കഴുത്തുവേദന ഉണ്ടാകും. പിന്നെയുള്ള ഒരു പ്രശ്നമാണ് നെർവ് കംപ്രഷൻ. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് നിങ്ങളുടെ ഈ ഒരു സ്പൈൻ അല്ലെങ്കിൽ ഒരു കഴുത്ത് ഭാഗത്തെ എല്ലുകളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് നമുക്ക് ഓരോ എല്ലുകൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ കുറച്ച് ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള, എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇതേനെ നമ്മുടെ നെർവുകളൊക്കെ പോകുന്നുണ്ടാവും. പൊതുവെ ഈ കഴുത്തിന് വേദനയുള്ളവർക്ക് അവരുടെ കയ്യിലോട്ട് വേദന ഇടയ്ക്ക് വെച്ചിട്ട് ഇറങ്ങാറുണ്ട്. അതുപോലെ തന്നെ നടുവിന് വേദന, അതായത് ഒരു ലോവർ ബാക്ക് സൈഡിലൊക്കെ വേദനയുള്ളവർക്ക് കാലിലോട്ടും വേദന ഇറങ്ങാറുണ്ട്. അതിൻ്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഇതുപോലെ ഒരു ഡിസ്ക് ബൾജ്, അതായത് ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഭാഗം വീർത്തിരിക്കുകയാണെങ്കിൽ ഇത് നേരെ പ്രഷർ പോയിട്ട് ചെല്ലുന്നത് ഈ ഒരു പോർഷനിലായിരിക്കും. അപ്പൊ ഈ നെർവ് കംപ്രസ് ആകും. അതായത് അവിടെ നിന്നുള്ള ഒരു പ്രഷർ കാരണം ഈ നെർവിന് ഇങ്ങനെ അമർന്ന് ഇരിക്കും. അങ്ങനെ അമരുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലും ഈ കയ്യിലോട്ട് വേദന എത്തുന്നതും. അതുപോലെ തന്നെ ശരിക്ക് റീസൺ എവിടെയാണ്? റീസൺ കഴുത്തിലാണ്. ഈ ഭാഗത്തെ നെർവ് ആയിരിക്കും കംപ്രസ് ആകുന്നത്. പക്ഷെ വേദന വരിക നിങ്ങൾക്ക് കയ്യിലോട്ടായിരിക്കും. ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് പല സൈഡിലോട്ടായിട്ട് വേദന ഇറങ്ങുന്ന കാര്യങ്ങൾ, അതാണ് ഈ നെർവ് കംപ്രഷൻ. കൂടുതലും ഈ ഡിസ്ക് ബൾജ് അല്ലെങ്കിൽ പണ്ടൊരു ഇഞ്ചുറി സംഭവിച്ചതിന് ശേഷം ആ പോർഷനിൽ ഇതുപോലെ നെർവ് കംപ്രസ് ആകുക, അതുപോലെ തന്നെ ഡീജനറേഷൻ, തേയ്മാനം കാരണമൊക്കെ ഇത് സംഭവിക്കാം. ഈ വേദന എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ഒരു പിഞ്ച്ഡ് പെയിൻ എന്നൊക്കെ പറയില്ലേ, ഈ സൂചി കുത്തുന്ന പോലത്തെ ഒരു വേദന. അതുപോലെ തന്നെ പലപ്പോഴും ഇവർക്കൊരു മരവിപ്പ് അല്ലെങ്കിൽ ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ, നംനെസ്, ഇതൊക്കെ ഇവർക്ക് തോന്നാറുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിൽ പറയുന്നത് കഴുത്തുവേദനയ്ക്കുള്ള കുറച്ച് റീസണുകളും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടെക്നിക്കുകളുമാണ്. വീട്ടിൽ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ച് നമുക്കൊരു പ്രൊലോങ് അല്ലെങ്കിൽ ഒരു ക്രോണിക് കാര്യങ്ങൾക്ക്, ഒരുപാട് നാളായിട്ട് നിൽക്കുന്ന വേദനകൾക്ക് ഉള്ളതല്ല. അത് ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ചെറിയൊരു ആശ്വാസം കിട്ടുന്ന, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞിരുന്നത് ശാരീരികമായിട്ട് വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളാണ്, അതുകൊണ്ട് വരുന്ന കഴുത്തുവേദന. എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ കറക്റ്റായിട്ട് ഉറക്കം ശരിയാകുന്നില്ലെങ്കിൽ, ഇത് റിലേറ്റഡ് ആയിട്ടും നിങ്ങൾക്ക് കഴുത്തുവേദന വരാം. ഇപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിരിക്കാം, ഫാമിലി റിലേറ്റഡ് ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് കാരണം നിങ്ങളുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകുന്നുണ്ടെങ്കിലും ഈ കഴുത്തുവേദന നിങ്ങൾക്ക് വരാവുന്നതാണ്. അപ്പോൾ ഫിസിക്കലി മാത്രമല്ല, മെന്റലി ഹെൽത്തി ആണോ എന്നുള്ളതും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇനി ഈ കഴുത്തുവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? ഒരു ഇനീഷ്യൽ സ്റ്റേജ്, അതായത് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉള്ള ഒരു കാര്യമാണെങ്കിൽ, വല്ലപ്പോഴും വേദന വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഹോട്ട് ബാഗ് യൂസ് ചെയ്യാം. അതായത് ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഒരു വേദന വരുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ഹോട്ട് ബാഗ് ജസ്റ്റ് ഒന്ന് തുണിയിൽ പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. ഇനി ആദ്യമായിട്ടൊരു ഇഞ്ചുറി ഒക്കെ സംഭവിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ
ഫസ്റ്റ് ടൈം ഒരു ഇഞ്ചുറി ഒക്കെ സംഭവിക്കുക, വീഴുക, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടുതലും ഐസ് ബാഗ് ആയിരിക്കും നല്ലത്. അത് ഓരോ കണ്ടീഷൻ അനുസരിച്ച് വ്യത്യാസമാണ്. ഹോട്ട് ബാഗ് വെക്കേണ്ട കുറച്ച് കണ്ടീഷനുകളുണ്ട്, അതുപോലെ തന്നെ ഐസ് പാക്ക് വെക്കേണ്ട കുറച്ച് കണ്ടീഷനുകളുണ്ട്. അത് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വേദന ഉള്ളവരാണെങ്കിൽ ഈ ഹോട്ട് ബാഗ് കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസം നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കിട്ടുന്നതായി. പൊതുവെ ഈ ഹോട്ട് ബാഗ് ഒക്കെ വെക്കുന്ന സമയത്ത് ആ ചൂട് തട്ടുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസ് നന്നായിട്ട് ഡൈലേറ്റ് ആകാനായിട്ടും അവിടേക്ക് നല്ലപോലെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആകാനായിട്ട് സഹായിക്കും. അപ്പോൾ അങ്ങനെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 to 10 മിനിറ്റ് വെക്കുകയാണെങ്കിൽ ആ ഒരു വേദന ഒന്ന് നമുക്ക് സപ്രസ് ചെയ്യാനായിട്ടും സാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പോസ്ചർ കറക്റ്റ് ആക്കുക. അതായത് ഇപ്പോൾ IT വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഡെസ്ക്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇരിക്കുന്ന പോസ്ചർ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. മാക്സിമം സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ നോക്കുക. കഴുത്ത് എപ്പോഴും ഇതുപോലെ കുനിച്ച് വെക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് ഉള്ള രീതിയിൽ നോക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിലും എപ്പോഴും നമുക്ക് ഇങ്ങനെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അറിയാം. അപ്പോൾ കൂടുതലും നമ്മുടെ ഫോണുകൾക്ക് വളരെ വെയിറ്റും കൂടി ഉള്ളതാണെങ്കിൽ അതിനനുസരിച്ച് കഴുത്ത് വേദന കൂടും. അപ്പോൾ ഫോൺ യൂസേജ് മാക്സിമം കുറയ്ക്കുക. ഇനി യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പോസ്ചർ കറക്റ്റ് ആണോ എന്നുള്ളത് ഇടയ്ക്ക് വെച്ചിട്ട് ചിന്തിക്കാൻ നോക്കുക. ഇനി ലാപ്പ് വെക്കുന്ന കാര്യങ്ങളാണെങ്കിലും മാക്സിമം ഇതൊന്ന് ഉയർത്തി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കുനിഞ്ഞിരിക്കേണ്ടി വരില്ല. കഴുത്ത് അത്രത്തോളം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഇരിക്കുന്ന ചെയർ നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ബോൺസിനാണെങ്കിലും നിങ്ങളുടെ പോസ്ചറിനാണെങ്കിലും പറ്റിയൊരു ചെയർ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുമാത്രമല്ല, ഇനി കിടക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ ഒരുപാട് ഇപ്പോൾ 2-3 തലോണ വെച്ച് കിടക്കുന്നതാണെങ്കിൽ അതും ഇഷ്യൂ ആണ്. തലോണ ഇല്ലാതെ കിടക്കുന്നതും ഇഷ്യൂ ആണ്. പിന്നെ നിങ്ങൾ കിടക്കുന്ന ബെഡ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബെഡ് എപ്പോഴും ചൂസ് ചെയ്യണം. തലോണയാണെങ്കിലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കണം. ഒരുപാട് കട്ടിയുള്ളതും ആകാൻ പാടില്ല, എന്നാൽ ഒരുപാട് സോഫ്റ്റ് ആകാനായിട്ടും പാടില്ല. അപ്പോൾ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കഴുത്ത് വേദനയും ഷോൾഡർ പെയിനും ഉള്ള ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് എക്സസൈസ്. നിങ്ങൾക്ക് ഈ എക്സസൈസിലൂടെ തന്നെ നല്ല മാറ്റം ഉണ്ടാകും. അത് യോഗയായിരിക്കാം, അല്ലെങ്കിൽ സ്ട്രെച്ചിങ്, ലൂസനിങ്, അങ്ങനത്തെ ഒരുപാട് എക്സസൈസുകൾ ഉണ്ട്. നിങ്ങൾക്ക് കഴുത്ത് വേദന എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് വേദന എടുക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് ആ എക്സസൈസുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എക്സസൈസിലൂടെ നമുക്ക് നല്ല പോലെ ഇത് റിവേഴ്സ് ചെയ്യാനായിട്ടും സാധിക്കും. ഡെയിലി ഒരു കഴുത്തിന് മാത്രമായിട്ട് ഒരു 10 മിനിറ്റ്സ് നിങ്ങൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ടും കിട്ടും. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് യൂട്യൂബിലാണെങ്കിലും ഗൂഗിളിലാണെങ്കിലും ഒരുപാട് എക്സസൈസുകൾ കിട്ടും. പക്ഷേ ഈ എക്സസൈസുകൾ നിങ്ങളുടെ കണ്ടീഷന് കറക്റ്റായിട്ടുള്ള എക്സസൈസ് അല്ല എങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ദൂഷ്യവശങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് എപ്പോഴും ഇത് ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചെന്ന് ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളത് ഞാൻ പറയുന്നത്. ഞാൻ ഈ വീഡിയോയിൽ മാത്രമല്ല എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് അല്ല നിങ്ങൾ സ്വയമേ എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് ഇത് കണ്ടീഷൻ വേഴ്സ് ആവുകയും പിന്നെ ഒരുപാട് വേഴ്സ് ആയിട്ടായിരിക്കും നിങ്ങൾ ഒട്ടും സഹിക്കാൻ പറ്റാണ്ടാവുമ്പോഴായിരിക്കും നിങ്ങൾ ഡോക്ടറെ അടുത്ത് ചെല്ലുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പ്രത്യേകം പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പെയിൻ മാനേജ്മെൻറ്റ് തെറാപ്പികളുണ്ട്. നമുക്ക് പലതരം ഇലക്ട്രോ തെറാപ്പികളായിരിക്കും. ഇപ്പം നമ്മുടെ ക്ലിനിക്കിലോട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് നിൽക്കുന്ന വേദനകളായിരിക്കാം. അങ്ങനത്തെ പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് അതിനനുസരിച്ച് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ഭേദമാകാറുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ തെറാപ്പികൾ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റുകൾക്ക് നിങ്ങൾ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡ്രഗ്ലെസ് രീതിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ഈ പെയിൻ മാനേജ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റുകളും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുമ്പോൾ ഈ പേഷ്യൻസിന് നല്ലപോലെ റിസൾട്ടും കിട്ടാറുണ്ട്, എന്നാൽ ഇതിനനുസരിച്ച് സൈഡ് എഫക്റ്റുകളും ഉണ്ടാകാറില്ല. പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഡ്രൈ നീഡിലിംഗ്, അതുപോലെ തന്നെ അക്യുപഞ്ചർ. ഇതാണെങ്കിലും മസിൽസ് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ഏത് തരത്തിലുള്ളതാണെങ്കിലും നമുക്ക് നല്ലപോലെ മാറ്റാനായിട്ടും സാധിക്കും. പിന്നെ ഡയറ്റ്, നമ്മൾ ഭക്ഷണത്തിലാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ന്യൂട്രിയൻസ് നിങ്ങളുടെ ഡയറ്റിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മാക്സിമം ഇലവർഗ്ഗങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണെങ്കിലും ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോകുകയാണെങ്കിൽ നമുക്കിത് നല്ലപോലെ കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. മാക്സിമം വേദന തുടങ്ങുമ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ സ്വയമേ ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കുക. ആ ഒരു കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് അല്ല, കറക്റ്റ് മെത്തേഡ് അല്ല നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് ദൂഷ്യവശങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കഴുത്ത് വേദന, ഷോൾഡർ വേദന, ഏത് വേദനകളാണെങ്കിലും ഏത് അസുഖങ്ങളാണെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം. ദിസ് ഇസ് ഡോക്ടർ ഇൻല മേരി ജോബ്സൺ സൈനിങ് ഓഫ്.